എന്തിന് പുസ്തകങ്ങൾ വായിക്കണം, വൈ ഷുഡ് സംബഡി റീഡ് ബുക്സ്? അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞേക്കാം. ഇപ്പം നോളജ് ബിൽഡിങ്, സ്ട്രെസ് റിഡക്ഷൻ, ചിലർ ഉറങ്ങാൻ വേണ്ടിയിട്ട് പുസ്തകം വായിക്കും. പിന്നെ ഇപ്പോൾ ലോങ്ങിവിറ്റി, അതായത് നമ്മുടെ ആയുർദൈർഘ്യം കൂട്ടാൻ വരെ പുസ്തക വായന സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് റീഡിങ്, അതിലുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ പുസ്തകം വായിക്കണം എന്ന ഒരു എക്സാമ്പിൾ മാത്രമേ ഞാൻ പറയാം. ഇപ്പോൾ ഖാലിദ് ഹുസൈനിയുടെ വളരെ സുപ്രസിദ്ധമായിട്ടുള്ള നോവലാണ് ദ കൈറ്റ് റണ്ണർ. ഞാനൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു നോവലാണ്. അപ്പോൾ അത് വായിച്ച സമയം മുതൽ ആ ഒരു നോവലിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി ഞാൻ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു മൂവി, ഞാൻ ഡയറക്റ്റ് ചെയ്തൊരു മൂവിയാണ് കൈറ്റ് റണ്ണർ. എന്നാൽ റീസെൻ്റ്ലി ഞാൻ അതിൻ്റെ മൂവി കാണാൻ, കൈറ്റ് റണ്ണർ മൂവി ഞാൻ കണ്ട സമയത്ത് ഞാൻ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം ഞാൻ ഡയറക്റ്റ് ചെയ്ത ആ ഒരു 2 വീക്ക് നീണ്ടു നിൽക്കുന്ന ഒരു മൂവിയെ 2 മണിക്കൂറിലേക്ക് ചുരുക്കിയ സമയത്ത് ഒരുപാട് ആസ്പെക്ട്സ് മിസ്സായി. ഞാൻ കണ്ട വിഷ്വലൈസേഷൻ അല്ല നേരിട്ട് ഞാൻ ഫിലിമിൽ കണ്ടത്. അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മുടെ ബുക്ക് റീഡിങ്ങിൻ്റെ സമയത്ത്, പ്രത്യേകിച്ചും ഫിക്ഷണൽ റീഡിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് ക്രിയേറ്റീവ് തിങ്കിങ് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ഒരുപാട് വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഒരു പക്ഷേ ഇപ്പോൾ മൂവി വാച്ചിങ്ങിലേക്ക് വരുന്ന സമയത്ത് അത് ലിമിറ്റഡ് ആയിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ